മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ ഭാഗ്യം മാറി മാറി തുണച്ചപ്പോൾ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റ് സ്ഥാനം UDF-നും വൈസ് പ്രസിഡന്റ് സ്ഥാനം LDF-നും ലഭിച്ചു. പ്രസിഡന്റായി UDF-ലെ ഗ്രേസമ്മ എബ്രഹാമും വൈസ് പ്രസിഡന്റായി LDF-ലെ സബിൻകുമാർ ബാബുവും തെരഞ്ഞെടുക്കപ്പെട്ടു. LDF-നും UDF-നും 6 സീറ്റുകൾ വീതമായിരുന്നതിനെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തത്. LDF സ്ഥാനാർത്ഥിയായ കേരള കോൺഗ്രസ് എമ്മിലെ ജാൻസി ടോജോയും UDF സ്ഥാനാർത്ഥിയായി സ്വതന്ത്ര അംഗം ഗ്രേസിക്കുട്ടിയും BJP സ്ഥാനാർത്ഥിയായി മമതാ ഹരികുമാറും പത്രിക നൽകി. LDF സ്ഥാനാർത്ഥിക്കും UDF സ്ഥാനാർത്ഥിക്കും 6 വോട്ടുകൾ വീതവും BJP സ്ഥാനാർത്ഥിക്ക് 3 വോട്ടുകളും ലഭിച്ചു. തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ UDF സ്വതന്ത്രയായ ഗ്രേസിക്കുട്ടി എബ്രഹാം വിജയിച്ചു. 14-ാം വാർഡിൽ നിന്നുള്ള UDF സ്വതന്ത്ര അംഗമാണ് ഗ്രേസിക്കുട്ടി എബ്രഹാം. കോഴ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സിജി മാത്യു ആയിരുന്നു വരണാധികാരി. ഫലപ്രഖ്യാപനത്തിന് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഗ്രേസിക്കുട്ടി ചെല്ലക്കപ്പള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്തു. മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഗ്രേസിക്കുട്ടി എബ്രഹാം എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പഞ്ചായത്തിന്റെ വികസനത്തിനായി കഴിയാവുന്നത്ര പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമെന്ന് ഗ്രേസിക്കുട്ടി എബ്രഹാം പറഞ്ഞു. UDF നേതാക്കളും ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും വിവിധ സംഘടനാ നേതാക്കളും ആശംസകൾ അർപ്പിച്ചു. മരങ്ങാട്ടുപള്ളിയിൽ ശരിയായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ UDF ഭരണസമിതിക്ക് കഴിയുമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാർട്ടിൻ പന്നിക്കോട്ട് പറഞ്ഞു. മരങ്ങാട്ടുപള്ളി സംബന്ധിച്ച് UDF-ന് വലിയ നേട്ടമാണ്. എക്കാലം LDF-ൻ്റെ കയ്യിലിരുന്ന ഒരു പഞ്ചായത്തിന് എല്ലാ UDF-ൻ്റെ കേരള കോൺഗ്രസിനുമുള്ള ഏറ്റവും ഐക്യത്തോടെ പ്രവർത്തിക്കുന്ന ഫലമായിട്ടാണ് വലിയ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് മരങ്ങാട്ടുപള്ളിയുടെ വികസനത്തിന് വേണ്ടി കടലാസിലെഴുതുന്ന വികസനമല്ലാതെ ജനങ്ങൾക്ക് നേരിട്ട് നൽകുന്ന വികസന പ്രവർത്തനങ്ങൾ നൽകി മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിനെ 1-ാം നിലയിലെത്തിക്കാൻ ഈ ഗ്രേസിക്കുട്ടി ചെല്ലക്കപ്പള്ളിക്ക് കഴിയും. അതിനുള്ള ആർജവം അവർക്കുണ്ട്. അതിനുള്ള പ്രവർത്തനം ഇനി എല്ലാ ദിവസവും അവർ സാധാരണ ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി ആയിരിക്കും എന്ന് മാത്രമേ പറയാം. പ്രസിഡന്റ് ഗ്രേസിക്കുട്ടി എബ്രഹാമിന്റെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച UDF പ്രവർത്തകർ ടൗണിൽ പ്രകടനം നടത്തി. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഭാഗ്യം LDF-നൊപ്പമായിരുന്നു. നറുക്കെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച സബിൻലാൽ ബാബു വിജയിച്ചു. UDF-ലെ റോബിൻ കരിപ്പാത്തിനും സബിൻലാലിനും 6 വോട്ടുകൾ വീതമാണ് ലഭിച്ചത്. സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച ശേഷം സബിൻലാൽ ബാബു LDF ചേർന്നോടെയാണ് LDF-നും UDF-നും 6 അംഗങ്ങൾ വീതമായത്. BJP-ക്ക് 3 അംഗങ്ങളാണുള്ളത്. ഇതോടെ UDF-ഉം LDF-ഉം തുല്യനിലയിലുള്ള പഞ്ചായത്തിൽ പ്രസിഡന്റ് UDF-ൽ നിന്നും വൈസ് പ്രസിഡന്റ് LDF-ൽ നിന്നും ആകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്.